ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രിയേറ്റീവ് വേൾഡ്. ഇന്ന് നമുക്കൊരു തട്ടിക്കുട്ടി പഴങ്കഞ്ഞി ആയാലോ. എല്ലാ സാധനങ്ങളും ഒന്നും ഇതിൽ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, കാരണം നമ്മുടെ കയ്യിലുള്ളത് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമ്മളിതിലേക്ക് തലേന്ന് എടുത്ത് വെച്ചിട്ടുള്ള ചോറാണ് എടുക്കുന്നത്, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യത്തിനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. അതിനുശേഷം നമ്മളാണെങ്കിൽ കുഞ്ഞുള്ളി വൃത്തിയാക്കിയത് ഇരിപ്പുണ്ടായിരുന്നു, അത് ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് 2-3 പീസ്. പിന്നെ ഒരു സ്പൈസിന് വേണ്ടിയിട്ട് നമ്മൾ കാന്താരിമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് എന്തെങ്കിലും പുളിയുള്ള സാധനങ്ങളാണ് ഒഴിക്കുന്നത്. പൊതുവേ മോര്, തൈര്, അതേപോലെ തന്നെ രസം, അങ്ങനെ എന്തെങ്കിലും പുളിയുള്ള സാധനങ്ങളാണ്. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഓലോലിക്ക അല്ലെങ്കിൽ ഡബ്ലോലിക്ക എന്നാണ് പറയുന്നത്. അത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 പീസ് ഓലോലിക്കായും ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം അത് അല്ലാണ്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടോ. അപ്പോൾ ഇതിലിട്ട് കഴിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതിന് വെള്ളം ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല പുളിയുമായിരിക്കും. പിന്നെ അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഒരു ഗ്രേവി വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തത് കഴിഞ്ഞ ദിവസത്തെ ചിക്കൻ കറിയാണ് കേട്ടോ. തലേദിവസം ചിക്കൻ കറിയാണ് എടുത്തത്. ചിക്കൻ്റെ പീസ് ഇല്ലെങ്കിലും ഓക്കെ തന്നെ, ആ കറി അതിലേക്ക് ഒഴിച്ച് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ആ ഗ്രേവിയും കൂടി ഒഴിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. കുറച്ച് കപ്പയും കൂടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആയതിനെ ഒന്നും കൂടി. കപ്പ ഇല്ലാത്തത് കൊണ്ട് തന്നെ, കപ്പ ഓൾറെഡി നമ്മൾ തലേദിവസം എടുത്തിട്ടുണ്ടായിരുന്നു, അത് തലേദിവസം അന്ന് തന്നെ തീർന്നു പോയി, പിറ്റേന്നത്തേക്ക് എടുക്കാനില്ലായിരുന്നു. അതിനുശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഡബ്ലോളിക്കായാലും അതേപോലെ തന്നെ ഈ മുളകായാലും ഉള്ളിയായാലും എല്ലാം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം കേട്ടോ. അങ്ങനെ മിക്സിങ്ങിലാണ് ഇതിൻ്റെ മെയിൻ കാര്യം ഇരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്ന ഇതിൻ്റെ ഒരു വെള്ളം ഉണ്ടല്ലോ, അതിലാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് വരുന്നത്. കാരണം ഇത് കുടിക്കുമ്പോൾ നല്ല തണുപ്പാണ് നമുക്ക് കിട്ടുന്നത്, നല്ല എനർജി ഫുഡാണ് കേട്ടോ.